നമസ്കാരം. പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരിയെ നടുക്കി പുലർച്ചെ കവടിയാറിൽ അതിദാരുണമായ കാറപകടം. അമിതവേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. ഇന്ന് മെയ് 13 ബുധനാഴ്ച പുലർച്ചെ 4:30-ഓടെ കവടിയാർ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വാർത്തകൾ വിശദമായി. വെള്ളയമ്പലം ഭാഗത്തുനിന്ന് അതിവേഗത്തിൽ വന്ന കാർ കവടിയാറിലെ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. റോഡരികിലെ സംരക്ഷണ വേലികളും വൈദ്യുത തൂണും തകർത്ത് കാർ നടപ്പാതയിലേക്ക് പാഞ്ഞുകയറി. ആ സമയത്ത് നടപ്പാതയിലുണ്ടായിരുന്നവരെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കിലോമീറ്ററുകൾ വേഗതയിലായിരുന്നു വാഹനം വന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാർ ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിരുന്നോ എന്ന് പരിശോധിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു. അപകടസ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുലർച്ചെ സമയങ്ങളിൽ നഗരത്തിലെ റോഡുകളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. അമിതവേഗത കാരണം വാഹനം നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് കയറിയതാണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു.